ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ഈ പ്രാവശ്യം പോയിരിക്കുന്നത് ഹാർബർ ഫ്രണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ. ഇത് അവിടെ നിൽക്കുന്ന അവന്മാരെ കണ്ടോ, ഒരുത്തൻ മജീഷ്യനാണ് ആ നിൽക്കുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഇവനെയാണ് കണ്ടത്. ഇവൻ എന്നാ ചെയ്യുന്നതെന്നൊന്നും മനസ്സിലായില്ല, കാരണം ഞങ്ങൾ ഓൾമോസ്റ്റ് കഴിഞ്ഞായിരുന്നു. എന്തൊക്കെ അവിടെ മറിഞ്ഞു വീഴുന്ന കേട്ടു. ഞങ്ങൾ പിന്നെ നോക്കിയപ്പോൾ എല്ലാവരും കൂട്ടം പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളത് എന്തോ വലിയ മാജിക് നടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാ നടക്കുന്നത്, ഒന്നും തന്നെ മനസ്സിലാവാതെ ഞങ്ങൾ നോക്കുക. അപ്പോഴത്തേക്കും പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളി എന്തോ അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. തൊപ്പിയൊക്കെ ഊരി പുള്ളി, യൂഷ്വലി നമ്മൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ തൊപ്പി ഊരി കഴിഞ്ഞാൽ പൈസയ്ക്കാന്ന് നമുക്കറിയാം. ആ സെയിം സാധനമായിരുന്നു ഇവിടെ. ഞങ്ങൾ വെച്ച് ചെന്നപ്പോൾ തന്നെ മനസ്സിലായി ഒന്നും തന്നെ ഇല്ല. അപ്പം ഞങ്ങൾ പുള്ളി പോയപ്പോൾ തന്നെ ഞങ്ങൾ മുങ്ങിട്ടോ. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇവിടെ ഒരു ഫാമേഴ്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പണ്ട് അയച്ചു തന്നായിരുന്നു, പക്ഷേ അന്ന് ഞാൻ എടുത്ത് നോക്കി പോലില്ലായിരുന്നു. പിന്നെയാണ് കണ്ടത് ഇങ്ങനെ ഒരു സാധനം. അവിടെ ചെന്നപ്പോൾ തന്നെ ദേ കിടക്കുന്നു. ഇവൾക്ക് തിന്നണം, തിന്നാതെ പറ്റില്ല. അപ്പം തന്നെ ഞങ്ങളൊരു ബുൾഡോഗ്സ് എന്ന് പറഞ്ഞ്, കൊറിയൻ ആണോ ഏതോ ഒരു ഏഷ്യൻ ടൈപ്പാണ് അത്, ബീഫിൻ്റെ ഒരു ഹോട്ട് ഡോഗ് പോലത്തെ ഒരു സാധനം ഞങ്ങൾ കഴിച്ചു. പക്ഷെ അത്ര പോരായിരുന്നു, ഓക്കെ ആയിരുന്നു. അതും കഴിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണ് ദേ കിടക്കുന്നു അവിടെ ആൾക്കാർ ഡാൻസും കളിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് മനസ്സിലായത്, ആഹാ ഇത് കൊള്ളാലോ സെറ്റപ്പ്. ഇവിടെ കൂടെയുള്ള സാൽസയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ നിൽക്കുവാണ്. അത് നിന്നപ്പോഴേക്കും ഞങ്ങളിങ്ങനെ തിന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. എനിക്കെന്നാൽ പോലും കളിക്കണോ കയറണോ ഒരു മടിയും, നമ്മളങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ നിന്ന് അങ്ങനെ കയറിയിട്ടില്ല. നമ്മൾ ഇന്ത്യയിൽ നിന്ന് സ്ഥിരമായിട്ട് കാണുന്ന പരിപാടിയൊന്നും അല്ലാത്തതുകൊണ്ട് അങ്ങ് കാണാതെ നമ്മളിങ്ങനെ ചിരിച്ച് നിൽക്കുക. അപ്പോൾ അന്നെയാണെങ്കിലും എന്നോട് കയറിയാലോ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളിപ്പോൾ അത്യാവശ്യം നല്ലൊരു സമയം ഞങ്ങൾ നോക്കി നിന്നു കേട്ടോ. ഇത് നേരെ ബീച്ചിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ്. ബീച്ചല്ല, ബീച്ച് എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ഒരു ലേക്കാണ്. ആ ലേക്കിൻ്റെ മുമ്പിലായിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം നോക്കുമ്പോൾ എല്ലാ കൾച്ചറിലുള്ള ആൾക്കാരും അവിടെ നിൽക്കുന്നുണ്ട്. മൊത്തത്തിൽ തിരക്കാണ്, ക്രൗഡഡ് ആണ്. ഫുഡ് ഐറ്റംസ് ഉണ്ട്, അടിപൊളിയായിട്ടിരിക്കുന്നു. ഇവിടെ നോക്കുമ്പോൾ CN ടവറും കാണാം. എല്ലാം നോക്കി ഇതേക്കുന്നു ആള് തിന്നുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. എൻ്റെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ പകുതിയായിട്ടാണ് മേടിച്ചത്. എനിക്കത്ര ബീഫ് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ നാടൻ സാധനത്തിൻ്റെ ടേസ്റ്റൊന്നും ഇല്ല. അതുകൊണ്ട് പിന്നെ അങ്ങ് വേണ്ടെന്ന് അങ്ങ് ആക്കി. അതും കഴിഞ്ഞത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും മച്ചാൻ നേരെ അങ്ങോട്ടേക്ക് അങ്ങ് മുങ്ങി. എൻ്റെ കൂടെ നിന്നാ. ഞാൻ ഓർത്തത് ആൾക്ക് മടിയായിരിക്കും, ചിലപ്പോൾ നോക്കി നിൽക്കത്തേ ഉള്ളൂ എന്നൊക്കെ നോക്കി നിന്നപ്പോഴേക്കും അവിടെ നിന്ന് കിടക്കുന്നു. ഇത് കണ്ടോ, ആ കാല് ചവിട്ടി അടുത്ത ഇവിടെ നിന്ന് ഇപ്പം എടുക്കും. നോക്കുക എന്നാ ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാവില്ല. ആ വെള്ളം ഇട്ടുകൊണ്ട് നടക്കുന്ന ആ പുള്ളിയാണ് പഠിപ്പിക്കുന്ന ആൾ കേട്ടോ. പുള്ളി നല്ലപോലെ കളിക്കും. പുള്ളി ഒരു ഫ്രണ്ടിൽ വേറെ ഒരു പുള്ളിക്കാരത്തി നിൽക്കുന്നുണ്ട്. അവരാണെങ്കിലും അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ഇവർ എനിക്കൊന്ന് ചിലപ്പോൾ ട്രെയിനേഴ്സിനെ കിട്ടാനും അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ കിട്ടാനുള്ള പരിപാടിയൊക്കെയാണെന്ന് തോന്നുന്നു. അതേ സമയത്ത് ഇവിടുന്ന് ഒരു കാലി ചവിട്ടി അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി, മറ്റേ കർക്കടകം തന്നെ മറ്റേ സിനിമയിലുള്ളല്ലോ ആ ഒരു സെറ്റപ്പ് പോലെയാണ് മൊത്തത്തിൽ ആദ്യം. പക്ഷെ നല്ല രസമാണ് കേട്ടോ. കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഒരു രസം തോന്നി. ഇതേ സമയത്ത് ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, എന്നാ കയറണോ വേണ്ടയോ, ഇങ്ങനത്തെ ഒരു മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുക. അപ്പോഴത്തേക്ക് ഇവരുടെ ഡാൻസിൻ്റെ സ്പീഡ് കൂടി. ഇതിൻ്റെ കൂടെ തന്നെ ആൾക്കാരെല്ലാവരുടെയും ഡാൻസിൻ്റെ ഒക്കെ സ്പീഡ് കൂടി തുടങ്ങിയിട്ടു. അപ്പോൾ നമുക്ക് മനസ്സിലായി പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ട പോലെയല്ല. ആദ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ഇച്ചിരി അങ്ങോട്ട് പോകുന്നു ഒന്ന് ഇങ്ങോട്ട് പോകുന്നു. പക്ഷെ പാട്ടിൻ്റെ കൂടെ ഒരു ഡാൻസ് ചെയ്ത് കളിച്ചപ്പോൾ നല്ലൊരു രസം തോന്നി തുടങ്ങി. പുറത്ത് നിന്നാൽ ഇനിയും പലരും അതിൻ്റെ അകത്ത് ആക്ച്വലി കയറി തുടങ്ങി, മടിച്ചു നിന്നവരൊക്കെ ആണെങ്കിലും. ഇത് കണ്ട് എനിക്കും ചെറുതായിട്ടൊന്ന് തോന്നി, എന്നാൽ പിന്നെ കയറിയാലോ എന്നുള്ളൊരു ഇത് മൈൻഡ് ഉണ്ടാക്കി വന്നു തുടങ്ങിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവള് പോയി വേറെ ഒരാളൊക്കെ ഇടിച്ചൊക്കെ ഇട്ട് അപ്പുറത്തൊക്കെ ഇട്ടു. പുള്ളിക്കാരത്തി ഓടി അപ്പുറത്തെ പറമ്പിക്കൂടെ ഓടി. ആ സമയമുണ്ട് ആദ്യം സൈഡിൽ നിന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ രസമുണ്ട്. എല്ലാവരും ഇങ്ങനെ നോക്കിക്കോ എന്നാ കളിക്കണ്ട, കയറണോ. ഇതേ ഒരു പുള്ളി മറ്റേ ഏഷ്യൻ ആളാണെങ്കിലും വന്ന് കൂടെ കളിച്ച് നോക്കിയിട്ടുണ്ട്. നല്ലൊരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആളും അടുത്ത് ഇങ്ങോട്ടേക്ക് വന്നു മൊബൈൽ പിടിക്കണത്. അപ്പോഴത്തേക്കും ഞാനും ഒന്ന് കളിച്ചേക്കാം. കുറച്ച് ദിവസമായി ഒന്ന് എക്സസൈസൊക്കെ ചെയ്തിട്ട്. യോഗയൊന്നും ചെയ്യുന്നുമില്ല. ആകെ ഞങ്ങൾ നടക്കാനൊക്കെയാണ് മെയിൻലി. ഞങ്ങൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഞങ്ങളിവിടെ മോസ്റ്റ്ലി പോകുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് വന്നാൽ പിന്നെ രസമല്ലേ എന്ന് പറഞ്ഞ് ഞാനും പോയി കുറച്ച് സമയം ഒന്ന് ഡാൻസ് കളിച്ചു. എല്ലാം കഴിഞ്ഞ് അവിടെ ഞങ്ങൾ തിരിച്ച് ഈ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ മജീഷ്യൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇരുട്ടായി. അപ്പോൾ ഇനി എന്നെ അയക്കും എന്നൊക്കെ നോക്കി കഴിയുമ്പോൾ പുള്ളി ഒരു കയറ് കത്തിക്കുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പുള്ളി എന്നാ ചെയ്തതെന്ന് വെച്ചാൽ 2 കയറെടുത്തിട്ട് അതിനെ കെട്ടി വെച്ചിട്ട് പുള്ളി പറഞ്ഞു ഇതിൽ ഞാൻ തീ വയ്ക്കുന്നു. അപ്പം ഞങ്ങൾക്കറിയില്ല എന്നാ നടക്കുന്നത്. കെട്ടുന്നതൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. അത് ഈ വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ. കെട്ടുന്നതൊക്കെ ഞങ്ങൾ കണ്ടു. അത് കറക്റ്റായിട്ട് കെട്ടിയിട്ടുണ്ട്.
പിന്നെ ഈ ഇരുട്ടാകുമ്പോൾ ഒരു പ്രത്യേക വൈബുമാണ് ഈ ലൈറ്റിൻ്റെ ഒക്കെ. പുള്ളി ആ പിടിച്ച് ഒറ്റ വലി വലിച്ചു, അതിൽ നിന്ന് ആ 2 വയർ ഒന്നായി. ശരിക്കും പറഞ്ഞാൽ എന്നാ ചെയ്തതെന്ന് നമുക്കും ഇത് ശരിക്കും നമ്മളൊന്ന് അത്ഭുതമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. ശരിക്കുള്ള ഒരു മാജിക്കിൻ്റെ ഒരു സെറ്റപ്പ്. ഞങ്ങളതും കണ്ടിട്ട് പിന്നെ സൈഡിൽ തന്നെ ഈ മറ്റേ പൈരറ്റ്സ് ഓഫ് ദി കരീബിയനിലെ ബോട്ടൊക്കെ കിടക്കണ്ടായിരുന്നു. എല്ലാം കണ്ട് ഞങ്ങൾ പതുക്കെ സിറ്റിയിലേക്ക് തിരിച്ചു പോകാമെന്നുള്ള രീതിയിലേക്ക് അങ്ങനെ. ആ കാണുന്ന CN ടവർ ആട്ടോ, ആ ലൈറ്റും നല്ല മൊത്തത്തിൽ വെളിച്ചത്തിലൊക്കെ കാണുന്നത്. ഇതല്ല എപ്പോഴും തന്നെ മാറി മാറി വേറെ വേറെ കളേഴ്സ് വരും. നല്ല രസം അത് കാണാനാണെങ്കിൽ. നമ്മൾ ആദ്യം വരുമ്പോൾ ഒരു ഉച്ച സമയമോ വൈകിട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് അത്ര രസമൊന്നും തോന്നില്ല. ഇരുട്ടായി കഴിയുമ്പോൾ ഈ സിറ്റി മൊത്തത്തിൽ വേറൊരു ലെവലാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അതിപ്പോൾ ഈ ലൈറ്റും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. ഇതിപ്പോൾ അതേ ഇവള് വീഡിയോ എടുത്തത് ഞാൻ എന്തായാലും വീഡിയോ എടുക്കില്ല, ഞാനും ഒന്ന് മോന്ത കാണിച്ചിട്ട് പോകാമെന്ന് ഓർത്ത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ചുറ്റിപ്പറ്റി നടക്കുന്നതാണ് ആ കാണുന്നത്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി പോവാം എന്നുള്ള രീതിയിൽ, കാരണം ഞങ്ങൾ മടുത്തു. ഓൾമോസ്റ്റ് ഒരു 3-3.5 മണിക്കൂർ ഞങ്ങൾ നടന്നു ഇതിൻ്റെ അകത്ത് തന്നെ വന്നിട്ട് തന്നെ. ഞങ്ങൾ വൈകിട്ട് വന്നതാണ്. പിന്നെ ഇങ്ങനെ ഈ സിറ്റി വൈബൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നു പോവാണ്. ആൾക്കാരൊക്കെ പലരും വീട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് അടുത്ത പാർട്ടി പ്ലേസിലേക്ക് പോകുന്നു. എല്ലാവരും ഇങ്ങനെയൊക്കെയാണ്. പലരും ഇതിൻ്റെ അകത്ത് ഇവിടെയുള്ള പല ബിൽഡിങ്സിൽ റെസിഡൻഷ്യൽ ആയിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ട്, അവിടെ തന്നെ താമസിക്കുന്നവരാണ്. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും തന്നെ ഒന്ന് വൈകിട്ട് നടക്കണം എന്നാണെങ്കിൽ വെറുതെ താഴേക്ക് ഇറങ്ങി വന്നാൽ മതി. നടക്കുന്നു, നേരെ ലേക്കിൻ്റെ സൈഡിലാണ്. അവർക്ക് ഒത്തിരിയും ആക്ടിവിറ്റീസ് ചെയ്യാൻ അടുത്താണ്. അത് മോസ്റ്റ്ലി ഇച്ചിരി ഹയർ ക്ലാസ് എന്ന് പറയില്ലേ, നമ്മൾ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ IT ഫീൽഡിലുള്ളവർ, അങ്ങനത്തെവരൊക്കെയാണ് മോസ്റ്റ്ലി ഈ സിറ്റി വൈബിൽ നിൽക്കുന്നവർ, ഈ ഏരിയയിൽ നിൽക്കുന്നവർ. അവർക്ക് കാരണം ഇവിടുത്തെ റെൻ്റൽ യൂണിറ്റ്സിനാണെങ്കിലും എല്ലാം തന്നെ എപ്പോഴും ഹയർ ആയിരിക്കും, ഹയർ റെൻറ്റിലാണ് നിൽക്കുന്നത്. ആക്സസിബിലിറ്റി ആണെങ്കിലും ഒത്തിരി നല്ലതാണ് ഇവിടുത്തെ. വണ്ടികൾ പക്ഷേ പല സമയത്ത് നോക്കുകയാണെങ്കിൽ സ്ലോ ഒക്കെ ആയിട്ടോ പോകത്തുള്ളൂ. ഇവിടെ ഒത്തിരി തിരക്കായിരുന്നു. ഇതിപ്പോൾ ഞങ്ങളത് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ഇങ്ങനെ നടന്ന് അവിടേക്കിടയ്ക്ക് ഓരോ ഏരിയ ഒക്കെ കണ്ട് ഇങ്ങനെ തിരിഞ്ഞ് നടക്കുവാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടേക്കിടെ ഈ സൈഡിൽ കൂടെ നോക്കുവാണെങ്കിൽ സൈക്കിളും അതൊക്കെ ഉണ്ട് പോകുന്നുണ്ട്. ഞങ്ങളിടയ്ക്ക് ഓർത്ത് സൈക്കിൾ എടുക്കാമെന്ന്. പിന്നെ ആളിവിടെ വന്നിട്ട് വണ്ടീൻ്റെ ലൈസൻസ് വരെ എടുത്തിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇനി കാറ് മറ്റേ ബൈസൈക്കിളും കൂടെ ആരും ഇടിച്ചിട്ട് കഴിഞ്ഞാൽ അടുത്ത പ്രശ്നമാവില്ല ഓർത്ത് ഞാൻ വേണ്ടാന്ന് ഇപ്പം എന്തായാലും വേണ്ടാന്നുള്ള രീതിയിൽ അങ്ങ് ആക്കിയിട്ടു. എല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഓൾമോസ്റ്റ് ഒരു സെൻറ്റർ പോയിന്റിൽ എത്തിയിട്ടു. ഇവിടെ നിന്ന് അങ്ങ് ലെഫ്റ്റിലേക്ക് നടന്നു പോയി കഴിഞ്ഞാൽ ഇനിയും അടിപൊളി ബിൽഡിങ്സും എല്ലാം തന്നെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ മൊത്തത്തിൽ മടുത്തുകൊണ്ട് അന്നത്തേക്ക് ഞങ്ങളങ്ങ് മതിയാക്കിയായിരുന്നു. ഇതാണെങ്കിൽ എന്നിട്ട് നടന്ന് ഈ ഒരു രസമായിരുന്നു മൊത്തത്തിൽ പോയി നടന്നു പോകുമ്പോഴൊക്കെ ആണെങ്കിൽ തന്നെ. ഈ ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിലും മോസ്റ്റ്ലി ബാങ്ക്സ് ഒക്കെയാണ് ഈ കാണുന്നത്. ബാങ്കുകളുണ്ട്, അതിൻ്റെയൊക്കെ ഓഫീസ് ബിൽഡിങ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ തന്നെ അടുത്തായിട്ട് തന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ക്വീൻസ് സ്ക്വയർ എന്ന് പറഞ്ഞ സ്ട്രീറ്റാണ്. ഇവിടെ തന്നെ ഞാനൊക്കെ ആദ്യം പണ്ട് കാൻഡയിൽ വന്നപ്പോൾ ആദ്യമായിട്ട് സെക്യൂരിറ്റി ഒക്കെ ഞാൻ ജോബ് ചെയ്തായിരുന്നു പാർട്ട് ടൈം ആയിട്ട്. അതൊരു ഇവിടുത്തെ മറ്റേ നമ്മുടെ ഒരു വൈറ്റ് കോളർ ജോബായിട്ടാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ നല്ലൊരു നമ്മൾ വെറുതെ അവിടെ ഇരുന്നാൽ മതി, എന്നിട്ട് മുമ്പിൽ കൂടെ കാണുന്നത്. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഓൾമോസ്റ്റ് വീക്കിൽ 2 ദിവസം ഇവിടെ വരും ഈ സിറ്റി തന്നെ. അപ്പോൾ നല്ല രസമായിരുന്നു ഇവിടെ. നമ്മൾ രാത്രിക്കൊക്കെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴോ അല്ലെങ്കിൽ രാത്രി വരുമ്പോഴോ അങ്ങനെയൊക്കെ. അങ്ങനെ ഇതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് നടന്ന് പതുക്കെ ഇങ്ങനെ നടന്നു വരുമായിരുന്നു. നടന്നു വരുന്ന വഴിക്ക് തന്നെ ഇവിടെ ഒരു ഹോട്ട് ഡോഗിൻ്റെ ഒരു ചെറിയ സ്റ്റോൾ പോലെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇവിടെ മോസ്റ്റ്ലി ക്യാഷിലാണ് പേ ചെയ്യുന്നത്. പക്ഷെ നല്ല രസമാണ്, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ. നമ്മളല്ലാതെ കഴിക്കുന്നതിനേക്കാളും അടിപൊളിയാണ്. ഇവിടെ കോസ്കോ എന്ന് പറഞ്ഞ് ചില സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ ഈ ഹോൾസെയിൽ, അവിടെയാണെങ്കിലും അടിപൊളിയായിട്ട് കിട്ടും. പക്ഷെ അതിനൊക്കെ കാർഡ് വേണം. അതേസമയത്ത് ഇതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു രസമാണ്. അതിൻ്റെ സൈഡിൽ കാണുന്ന ഈ ബിൽഡിങ്സും എല്ലാം തന്നെ ഞങ്ങളിങ്ങനെ കണ്ട് നടന്ന് പതുക്കെ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കും. ആ കാണുന്നത് നമ്മുടെ നാട്ടിലെ ബിവറേജ് പോലത്തെ ഐറ്റം കേട്ടോ. LCBO എന്ന് പറയും. ഇവിടെ എല്ലാ മുക്കിലും മൂലയിലും ഉണ്ട് ഈ സാധനം. ആ കാണുന്നത് റോജേഴ്സ് സെൻറ്ററും പിന്നെ CN ടവറും കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളങ്ങ് പോവുകയാണ് ഇവിടെ നിന്ന്. അപ്പം അടുത്ത കാണുന്നവരെ ടാറ്റ ബൈ ബൈ.